السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ألا يا رسول الله أنت رجاؤنا وكنت بنا برا ولم تك جافيا فكل شفيع يوم لا ذو شفاعة بمغن فضيلا عن صوادب قالبه صلاة وتسليم സാദാത്തുക്കളെ, ഉലമാക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മഹാനായ ശൈഖുന ഖുതുബ് എന്ന് പറയാൻ പറ്റുന്ന താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി അവരുടെ പേരിലുള്ള സുന്നി സെന്റർ ഉദ്ഘാടന പരിപാടിയിലാണ്. അത് സുന്നി സെന്റർ തന്നെ അത് വലിയൊരു ബർക്കത്തുള്ള വിഷയമാണ്. അതിന്റെ പുറമെ താജുൽ ഉലമാ സുന്നി സെന്റർ എന്ന് പറഞ്ഞെങ്കിൽ അത് വലിയൊരു ബർക്കത്തായിട്ട് വരും. അള്ളാഹു നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അത് ഒരു സലാമത്തിന്റെ വഴിയാക്കി തരുമാറാകട്ടെ. താജുൽ ഉലമാ വലിയ മഹാനാണല്ലോ. ബഹുമാനപ്പെട്ടവരെ കവച്ചു വെക്കുന്ന ഒരു മഹാന് ഇനി നമ്മളെ അടുത്ത കാലത്ത് ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. അത്രയും വലിയ മഹാനാണ്. ദുആക്ക് ഉത്തരമുള്ള വലിയൊരു നേതാവാണ്. ഏത് പരിപാടിയിലും മൂപ്പർ പോയാലും പറയും ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. മഹാനായ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വനഫഅനാ ബിഹി. കേരളത്തിൽ വലിയ ആലിമീങ്ങളെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്. കേരളത്തിൽ ഇസ്ലാമിയത്ത് ആദ്യകാലം ഇസ്ലാമിയത്ത് കേരളത്തിൽ എത്തിയിട്ടുണ്ട്. പുതിയങ്ങാടിയിൽ ഒരു പള്ളി ശിലാസ്ഥാപനത്തിന്റെ സമയത്ത് പഴയ അവിടെയുള്ള കട്ടില എടുത്ത് മാറ്റുന്ന സമയത്ത് അവിടെ കിട്ടിയ പലക സനത്ത ഹംസിൻ എന്നാണ് എന്ന് ചരിത്രത്തിൽ പറയുന്നു. സനത്ത ഹംസിൻ എന്നുള്ളതിന്റെ അർത്ഥം ഹിജ്റ വർഷം 5-ാമത്തെ കൊല്ലത്തിലുണ്ടായ പള്ളി. അപ്പൊ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി നബിന്റെ കാലത്ത് തന്നെ ഇന്ത്യയിൽ ഇസ്ലാമിയത്ത് എത്തിയിരുന്നുള്ളതിന്റെ തെളിവാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാസർഗോഡ് താലൂക്കിന്റെ വലിയ ബർക്കത്തുണ്ട്. മാലിക്കുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ കാല് സ്പർശിച്ച സ്ഥലം കൂടിയാണ്. ചുരുക്കത്തിൽ കേരളത്തിൽ വലിയ മഹാന്മാരെല്ലാം ഉണ്ടായിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും വലിയ പ്രവർത്തിച്ച മഹാൻ ആരാണെന്ന് ചോദിച്ചാൽ ആദ്യ കാലത്ത് ബഹുമാനപ്പെട്ട ഫതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി മഹാനവറുകളാണ്. പെരുത്തുകാലം മുമ്പ് അന്തരിച്ചവർ മരണപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ടവർ. നമ്മളെ ചെറുപ്പത്തിൽ ഫതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളും വാദപ്രതിവാദങ്ങളും ആലിമീങ്ങൾക്ക് പഠിപ്പിച്ചവർ ഫതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ തങ്ങളായിരുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾക്ക് ഏറ്റവും വലിയ ശത്രുതയുള്ള ആളായിരുന്നു ഫതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ. അതിന്റെ ശേഷം ധാരാളം ആലിമീങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞവരാണ്. മഹാനായ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു ബഹുമാനപ്പെട്ടവർ 51-ാമത്തെ ആണ്ടാണ് അടുത്ത് കഴിഞ്ഞത്. ബഹുമാനപ്പെട്ടവരെ ശരിക്കും എനിക്കറിയും. ഞാൻ അവരെ ഖിദ്മത്ത് എടുത്തിട്ടുണ്ട്. ഖുതുബി തങ്ങളെ ഞാൻ അവരെ കാല് തടയി കൊടുത്തിട്ടുണ്ട് ബർക്കത്തിന് വേണ്ടി. ബഹുമാനപ്പെട്ടവരുടെ 51-ാമത്തെ ആണ്ടാണ് കഴിഞ്ഞത്. ബഹുമാനപ്പെട്ടവർ ഏത് സ്റ്റേജിൽ കയറിയാലും പറയല്ല ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതേ നിരക്ക് തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമാ എവിടെ പോയാലും ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ തൃപ്തികരമായ ദീന് സുന്നത്ത് ജമാഅത്താണ്. ആരോടും പറയും നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണം, അതിന് പ്രവർത്തിക്കണം. മരണം വരെ ബഹുമാനപ്പെട്ടവർ സുന്നത്ത് ജമാഅത്തിന് പ്രവർത്തിച്ച് ബഹുമാനപ്പെട്ടവർ ഈ ലോകവുമായിട്ട് വിട്ടുവരി. അള്ളാഹു ആ ബർക്കത്ത് നമ്മൾക്ക് ദുനിയാവിലും ആഖിറത്തിലും തെരുമാറാകട്ടെ. ഹബീബായ നബിന്റെ കൂടെ മഹാന്മാരോട് കൂടെ നമ്മൾ അള്ളാഹു സ്വർഗത്തിൽ നിർമ്മിച്ചു കൊടുത്തിരുമാകട്ടെ. അങ്ങനെയുള്ള താജുൽ ഉലമന്റെ പേരിലുള്ള സുന്നി സെന്ററാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്നറിയോ? ഉദ്ഘാടനം ചെയ്യുന്ന ആള് സ്വാഗത പ്രസംഗം കേട്ടില്ലേ? ഉദ്ഘാടനം ചെയ്യുന്ന ആളെ പേര് കേട്ടിട്ടാണ് നിങ്ങളെല്ലാവരും കൂടിയത്.
ലോകത്ത് അങ്ങനത്തെ നേതാവില്ല. ലോകത്ത് എല്ലാ നിലക്കും ഒത്ത ഒരു നേതാവ് ഉണ്ടെങ്കിൽ മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവറുകളാണ്. ബഹുമാനപ്പെട്ടവരെ പറ്റി മുജദ്ദിദാണ് എന്ന് പറഞ്ഞാൽ തെറ്റല്ല. അല്ലാഹുവേ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണം റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിന് ദീർഘകാലം പ്രവർത്തിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണം റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിന് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു എന്നത് കാന്തപുരം ഉസ്താദാണ്. കാന്തപുരം ഉസ്താദിന്റെ വക്കൽ നിന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ എല്ലാവരും പഠിച്ചത്. ഇന്നത്തെ ചെറുപ്പക്കാർ മുഴുവനും സുന്നത്ത് ജമാഅത്തിന് പ്രസംഗിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ്. എല്ലാ നിലക്കും കാമിലായ മഹാനാണ്. ബഹുമാനപ്പെട്ടവർ അടുത്ത സമയത്ത് ഇവിടെ എത്തും. അള്ളാഹു നമ്മൾക്കെല്ലാം അങ്ങനെയുള്ള മഹാന്മാരുടെ പിന്നിലായി അണിനിരക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്തു തരുമാറാകട്ടെ. സഹോദരന്മാരെ, ഹബീബായ നബിയെ ധാരാളം ആൾക്കാർ എതിർത്തിട്ടുണ്ട്, ധാരാളം ആൾക്കാർ കുറ്റം പറഞ്ഞിട്ടുണ്ട് നബിനെ. അപ്പൊ ഹക്കിന്റെ അഹിലുകാരോട് എപ്പോഴും എതിരുണ്ടാവും. കൂടുതൽ എതിരുണ്ടാകുമ്പോൾ അതിന്റെ അർത്ഥം തന്നെ ഇവരെ ഹക്കിന്റെ അഹിലുകാർ എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. അടുത്ത സമയത്ത് ബഹുമാനപ്പെട്ടവർ വന്ന് നമ്മളെ സുന്നി സന്ത് ഉദ്ഘാടനം ചെയ്യും. അള്ളാഹു നമ്മൾക്കെല്ലാം അതിൽ കൂടാൻ അള്ളാഹു തൗഫീഖ് ചെയ്തു തരുമാറാകട്ടെ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയും ഞങ്ങൾ നടത്തുന്ന അൽ-മദീന സ്ഥാപനത്തിന് വേണ്ടിയും എല്ലാവരും ദുആ ഇറക്കണമെന്ന് മാത്രം വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.